ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റിങ്ങിലെ ടെസർ അക്കാഡമിയിലെ വിദ്യാർത്ഥികളും അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് ഇന്ന് കൊടൈക്കനാൽ, മറയൂർ, എറണാകുളം ട്രിപ്പാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ വൈകുന്നേരം 4 മണിയോടുകൂടി ട്രിപ്പ് എടുത്തു. നേരെ ഇനി നമുക്ക് കൊടൈക്കനാൽ കേട്ടോ പോകാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാബിനിൽ റിയാസ്കിയാണുള്ളത്. റിയാസ്കി അനന്തുണ്ട്, പിന്നെ ഞാനും ഉണ്ട്, പിന്നെ മണിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത്. അപ്പോൾ കൂടെ ഇന്ന് നമ്മുടെ മിച്ചുണ്ട്. അപ്പോൾ മിച്ചുവിനെ പോകുന്ന വഴിക്ക് നമുക്ക് ഡ്രോപ്പും ചെയ്യണം. അങ്ങനെ നേരെ നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആണ് കേട്ടോ പോകുന്നത്. കാരണം പോകുന്ന വഴിക്ക് ഇനി അടിക്കുന്നില്ല, ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഡെസിബലിൻ്റെ പാക്കേജിലാണ് കേട്ടോ നമ്മളിന്നിപ്പം ഈ ട്രിപ്പ് പോകുന്നതും. എവനെവിടെ ഇറക്കാൻ വെച്ചനെ വിച്ചനെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് നമ്മൾ ഇറക്കും. കട്ടപ്പയാണ് പോയത്. സിഗ്നല് അപ്പോൾ ഇതാ കാർത്തികേൻ്റെ വണ്ടി കിടപ്പുണ്ട്. കാരണം ഇവരെല്ലാവരും ചെയ്സ് എടുത്തിട്ട് വരും കേട്ടോ. ഡോമിനസിൻ്റെ ചെയ്സ് പോയി, അപ്പോൾ കട്ടപ്പയാണ് അതിൽ പോയത്. അപ്പോൾ ഇതാ പിന്നാലെ ഇതാ കാർത്തികേൻ്റെ വണ്ടിയും കിടപ്പുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അവരെയും കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ചായ പതിവാണല്ലോ. അപ്പോൾ ട്രിപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന സ്റ്റുഡൻസിന് ചായ കുടിക്കണം. സോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ടിൽ നിർത്തി കേട്ടോ. എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മണിയുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ഹോഗിൻ്റെ ഒരു റീൽ വന്നു കേട്ടോ. അവരുടെ ATP ബസ്സിൻ്റെ ആ പച്ച വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ATPയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരാ ഒരു വണ്ടിയാണേ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മളിതാ കൊടൈക്കനാലോട്ട് പോവുകയാണ് ഗൈസ്. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, കാരണം മുമ്പൊക്കെ നമ്മൾ കൊടൈക്കനാൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ചെക്ക് പോസ്റ്റിൽ തന്നെ പെർമിറ്റ് മേടിച്ച് നോക്കുന്നു, നമ്മുടെ നിന്ന് പൈസ മേടിക്കുന്നു, അതുപോലെ തന്നെ അവിടെ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഗ്രില്ലൈറ്റ് കാര്യങ്ങൾ എടുത്തിട്ട് അതിന് ഫൈൻ വരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്തവണ പോയപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടൈക്കനാൽ ഇപ്പോൾ 5 പൈസ ആയിട്ടില്ല. അതായത് ഈ പോലീസിനും കാര്യങ്ങൾക്കും ആർക്കും ആയിട്ടില്ല. കാരണം ഞങ്ങൾ പെർമിറ്റ് എടുത്തുകൊണ്ട് ചെന്നപ്പോൾ അവർ പറയാം പൊക്കോ, കുഴപ്പമില്ല, കയറിപ്പോട്ടെ, വണ്ടി നിർത്തണ്ട, പൊക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. പാസ് മേടിച്ചിട്ടില്ല അവർ. ഞാൻ ആൾറെഡി പാസ്സൊക്കെ എടുത്ത് അത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. പക്ഷേ പാസ് ചോദിച്ചിട്ടില്ല. അങ്ങനെ വേണ്ട ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം പോയപ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ ഇല്ലാതെ സ്മൂത്തായിട്ട് കൊടൈക്കനാൽ പോയിട്ട് വന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേയിൽ വന്നു. നമ്മുടെ ബസ് ഇതാ പാർക്ക് ചെയ്യുകയാണ്. പാർക്കിങ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ അടിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റേ ഇവിടെയാണ്. അപ്പോൾ ഏകദേശം 4 മണിയോടുകൂടി തന്നെ ഞങ്ങൾ എത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്, അപ്പോൾ അവിടെ പാർക്ക് ചെയ്യണം. അടിപൊളി നല്ല ക്ലൈമറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട്, അടിപൊളിയാണ് കൊടൈക്കനാൽ. അപ്പം നമ്മൾ കൊടൈക്കനാലിലാണ്. ഇനിയിപ്പോൾ സൈറ്റ് സീയിങ്ങിന് പോകണം കേട്ടോ. എന്താണ്ട 3 പേര് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. കണ്ട 3 പേര് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എടാ എഴുന്നേക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വാ എഴുന്നേക്ക്, എന്നിട്ട് വന്ന് കിടക്ക്. ഡാ ഉണ്ണിക്കുട്ടാ എഴുന്നേക്ക്. മണി ഗൈസ് കിടന്നുറങ്ങുന്നു. റിയാസക്ക എഴുന്നേക്ക്, വാ എഴുന്നേക്ക്. അങ്ങനെ അവരാരും എഴുന്നേറ്റില്ല ഗൈസ്. അങ്ങനെ ഞാൻ നേരെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ സൈറ്റ് സീയിങ്ങിന് പോകട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സുകൾ ഇവിടെ സൈറ്റ് സീയിങ്ങിന് അലൗ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ ഇവിടുത്തെ ബസ്സുകൾ ഹയർ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ഇവർക്കും കൂടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെ നേരെ നമ്മളിതാ ഇന്ന് വണ്ടിയിൽ കറങ്ങുന്നത് ഈ വണ്ടി കേട്ടോ. CK ട്രാവൽസിലാണ് നമ്മളിത് മൊത്തം കറങ്ങുന്നത്. അങ്ങനെ ആദ്യം ഞങ്ങൾ പോകുന്ന സൂയിസൈഡ് പോയിന്റിലോട്ടാണ് കേട്ടോ. സൂയിസൈഡ് പോയിന്റ് അല്ല, ഇപ്പോഴത്തെ പേര് ഗ്രീൻ വാലി വ്യൂ എന്ന് കേട്ടോ.
അങ്ങനെ നേരെ നമ്മൾ സൂയിസൈഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും അത്യാവശ്യം കടകൾ കാര്യങ്ങളുണ്ടായിരുന്നു. അധികം തിരക്കില്ലായിരുന്നു കേട്ടോ. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ കോടയും നല്ല രീതിയിൽ കുറവായിരുന്നേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നാണ് ആ ഒരു വ്യൂ കറക്റ്റായിട്ട് കാണുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കോട നിറഞ്ഞ് ഫുള്ള് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കോട ഇല്ലാതെ വൃത്തിയായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ഗ്രീനറി കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു. പക്ഷേ കോട എനിക്ക് തോന്നി ഇനിയിപ്പോൾ നമുക്ക് ഗുണ കേവിലോ അല്ലെങ്കിൽ പില്ലർ റോക്കിൻ്റെ അവിടെയൊക്കെ കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ കുറേ അധികം നേരം അവിടെ നിന്ന് പിള്ളേരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അവരെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് നേരെ നമ്മളിനി ചോക്ലേറ്റ് മേടിക്കാനായിട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സൂയിസൈഡ് പോയിന്റിലോട്ട് വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ആ പാർക്കിങ്ങിൻ്റെ അവിടെ ആയിട്ട് ഒരു ചോക്ലേറ്റ് കടയുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ചോക്ലേറ്റ് ആട്ടോ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. കാരണം നമ്മൾ സ്ഥിരം വാങ്ങുന്നൊരു സ്ഥലം കൂടിയാണേ. അങ്ങനെ നേരെ ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിനി പോകുന്ന പില്ലർ റോക്കിലോട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ പില്ലർ റോക്കിൽ വന്നു കേട്ടോ. പില്ലർ റോക്കിൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഏകദേശം 400 അടി ഉയരമുള്ള ഒരു 3 പാറകളുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആ കോടമഞ്ഞ് കാരണം കാണാൻ പറ്റത്തില്ല. കുറച്ചൊന്ന് മാറുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഏകദേശം 400 അടിയോളം ഉയരം ആ പാറകൾക്കുണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. നേരെ ഞങ്ങൾ പില്ലർ റോക്കിലെത്തി. അവിടുത്തെ കാര്യങ്ങൾ കഴിച്ചു. കോടമഞ്ഞ് ഇങ്ങോട്ടൊന്നുമില്ല, ആ ഒരു ഭാഗങ്ങളിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അകത്തൊക്കെ കയറി കുറച്ച് നേരം നടന്ന് അപ്പോൾ കോട ഇറങ്ങി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഗുണ കേവിൽ ഞങ്ങൾക്ക് എന്തായാലും കോട കിട്ടുമെന്ന് ഞങ്ങൾക്ക് 100% ഷുവറായിരുന്നു കേട്ടോ. നേരെ ഗുണ കേവി എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെയും കോട ഇല്ല. ഞങ്ങൾ ആകെ കാരണം വെച്ചാൽ കൊടൈക്കനാൽ വന്നിട്ട് കോട കിട്ടാതെ തിരിച്ചു പോകും എന്ന് വിചാരിച്ച ഞങ്ങളാണ്. നേരെ അവിടെ കയറി. അപ്പോൾ ഗുണ കേവിക്ക് വരുന്ന സമയത്തും നമുക്ക് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ കയറി അകത്തെത്തിയപ്പോൾ ഉണ്ടല്ലോ കോട പയ്യെ പയ്യെ വന്നു തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്തായാലും കോട നമ്മൾ കണ്ടിട്ടേ ഗുണ കേവിൽ നിന്ന് ഇറങ്ങൂ എന്ന്. തിരക്കില്ലാത്ത ഗുണ കേവി സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം തിരക്കായി തുടങ്ങി കേട്ടോ. കുറേ ഫാമിലീസ്, കാരണം സ്റ്റുഡൻസോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ വന്നത്. കുറേ ഫാമിലീസാണ് വന്നത്. ഫാമിലി ട്രിപ്പുകളായിരുന്നു തോന്നുന്നു കൂടുതലും എത്തിയത്. കുറച്ചധികം നേരം അവിടെ നിന്നു. അവസാനം സത്യം പറഞ്ഞാൽ നമുക്ക് കോട നല്ല രീതിയിൽ കിട്ടി. സത്യം കുറേ അധികം നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കോടയൊക്കെ ആസ്വദിച്ച് ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. ഇതൊക്കെയാണ് സത്യം പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങളെന്ന് പറയുന്നത്. കാരണം ഒരു കോടയില്ലായിരുന്ന സ്ഥലത്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. കോട കണ്ട് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അഭിനവ് മോൻ നോക്കടാ നോക്കടാ. യെസ്, അടിപൊളി കോട. ഇടയ്ക്ക് കോട വരും, കോട പോകുന്നു. കട്ടൻ കുടിക്കാം. ഓ കട്ടൻ ചായ പറ. വെള്ളമുണ്ട്. കൂടി എങ്ങനെയുണ്ട്? അടിപൊളി സാധനമാണോ? എല്ലാം കൂടെ കുടിക്കല്ലേ. ഞങ്ങൾ വന്നപ്പോൾ ആരുമില്ലാതെ കിടന്ന ഗുണ കേവ് കേട്ടോ. ഇപ്പം ഫുള്ള് ആൾക്കാരും കോടയും കൊണ്ട് നിറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ മഞ്ഞുമൽ ബോയ്സ് എന്ന ഫിലിമിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലം ഇത് കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് വരുന്നതുമുണ്ട് ഇങ്ങോട്ട്. ഗൈസ് വണ്ടികളൊക്കെ നോക്കി കൊണ്ടിട്ടേക്കുന്നത്, പോകാൻ പോലും ഇടമില്ല. എല്ലാവരും കൊണ്ടുവന്ന് അകത്തും പുറത്തൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടേക്കുകയാണ്. ഇത് കടന്ന് പോയിട്ട് വേണം നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. പൈൻ ഫോറസ്റ്റിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ റൂമിലാട്ടോ ഫുഡ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റൂമിൽ കയറി ഫുഡും കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ പർച്ചേസിന് ലേക്കിലൊക്കെ പോയാൽ മതി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ കിടന്ന് വണ്ടികളൊക്കെ മാറ്റിയിട്ട് ഞങ്ങളെ വണ്ടി അവിടെ നിന്ന് എടുത്തു. ഇതാ നെക്സ്റ്റ് പൈൻ ഫോറസ്റ്റിലെത്തി. അപ്പോൾ നമ്മൾ അഭിനവിനെ പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റി കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻ്റാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടിയാണ് കേട്ടോ അവൻ. അപ്പോൾ അവനെ പിടിച്ച് നേരെ കുതിരപ്പുറത്ത് കയറ്റി. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആശാൻ നല്ല രീതിയിൽ പേടിച്ച് വിറച്ചാണ് വരുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ പിള്ളേർ നേരെ റീലൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണേ. അവർ കുറേ റീല് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനി നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്.
ഇത് 2 പന്തലാണ്, ഒരെണ്ണം അകത്തും ഒരെണ്ണം പുറത്തും. അങ്ങനെ നേരെ റൂമിലെത്തി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ലേക്കിലോട്ട് വന്നു കേട്ടോ. 3 എണ്ണം ഇതായിരിക്കുന്നു. മണി, ഒരുത്തൻ, റിയാസുക്ക, ഒരു ഹായ് പ്ലീസ് നിങ്ങളുടെ ഫാൻസിന് വേണ്ടിയിട്ട്. സെൻറ്ററിൽ ഇരിക്കുന്നു അനന്തുമോൻ. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ പർച്ചേസിനും കുറച്ച് പേര് സൈക്കിൾ എടുത്ത് ചവിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ പേരൊക്കെ എങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെ എല്ലാവരെയും വിളിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോകുള്ളത്. അപ്പം കൊടൈക്കനാൽ അത്യാവശ്യം സത്യം പറഞ്ഞാൽ തിരക്ക് കുറവായിരുന്നു. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ എവിടെയാണ് പോണത്? പേസ്ട്രി കഴിക്കാം. നാരങ്ങ ഉള്ളൂ. ക്രീം ബൺ ഒന്നിലുറപ്പിക്കേ, ഉപ്പിലിട്ട നാരങ്ങ. ഉഴുന്നോടെ ഇത് ബ്രെഡ്, ചീസി ബ്രെഡ് ഓംലെറ്റ് ആണ്. ടേസ്റ്റ് ചെയ്ത് നോക്കോ, കൊള്ളാന്നെ മേടി. ചീസ് കണ്ട, ചീസ് കണ്ട. ഇതൊക്കെയാണ് ഗൈസ് സൗണ്ടിൻ്റെ ആള്, സൗണ്ട് എഫക്റ്റ്. റസൂൽ പൂക്കുറ്റിയെ വിളിച്ചാണ് റെക്കോർഡ് ചെയ്യാൻ. ചൂട്, നല്ല ചൂട്. ചൂടുണ്ടോ? ഒക്കെ കഴി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? കഴിച്ചാണ്. എട് ഓ ഓ വോയിസ് ഓവർ നോക്കിയാണ്. കൊള്ളാവോ? കൊള്ളാവോ? മണി എടുക്കും. മണി ചുമ്മാരി കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ഇവർക്ക് ആർക്കും ചായ വേണ്ട. കൈ മിക്കാറും തീർച്ച ഫോണങ്ങ് തോട്ടിപ്പോ കറക്റ്റാവുന്നു. ഞാൻ കഴിച്ചോളാം, കുഴപ്പമില്ല. ഞാൻ രസം കുഴപ്പമില്ല. എന്ത് പണി? ആഹാരം കഴിക്കുമ്പോൾ ഈ ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നു. വേട്ടലി വളരെ ഒറ്റ അടിയും കഴിഞ്ഞു പറഞ്ഞു. ആ ഭാഗം കട്ട് ചെയ്തോണം. പുള്ളിയുടെ ഒരു ഭാഗം വരല്ലേ, നമ്മുടെ ബ്ലർ തല മൊത്തം ബ്ലർ. ഇത് വരും. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകട്ടെ. ഇന്ന് ഇവിടെയാണ് സ്റ്റേ വരുന്നത്. അപ്പം ബാക്കി നാളെ രാവിലെ കാണാം. മറയൂരാണ് നാളെ രാവിലെ. എത്ര മണിക്ക് പോകും? 6 മണിക്ക് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ.